ഹലോ, പിന്നുണ്ടല്ലോ ഇന്ന് നമുക്കൊരു രസം വെച്ച് നോക്കിയാലോ. തക്കാളി രസമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രസം ഉണ്ടാവുമോ നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് ഏകദേശം ഒരു വലുപ്പത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്ത കുറേ പൊടികളൊക്കെ ഇങ്ങനെ വാരി വാരി വിതറുക. മഞ്ഞൾപ്പൊടി വാരി വിതറുക, മുളക് പൊടി കുറച്ചിടുന്നുണ്ട്, കുറച്ചധികം കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഉലുവയും ജീരകവും കൂടെ പൊടിച്ചത്, പാകത്തിന് ഉപ്പും കൂടെ ഇടുക. എന്നിട്ടുണ്ടല്ലോ ഈ കൈ വെച്ചിട്ട് നല്ലോണം അമർത്തി ഞെക്കി ഞരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇതിൻ്റെ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എത്ര രസം വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി, അത് ഞാൻ ഇടാൻ മറന്നു പോയതാട്ടോ. ശരിക്കും അതൊക്കെ ഇട്ടിട്ടാണ് പിഴിയേണ്ടത്. അത് ചതച്ച് വെക്കണം. ചതച്ച് വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പച്ചമല്ലി കുത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ പച്ചമല്ലി പൊടിച്ച് വെച്ചതാണ്, അപ്പോൾ അതിട്ടു എന്ന് മാത്രം. എന്നിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ആ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് പുളി എടുക്കണം. കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കണം കേട്ടോ ലാസ്റ്റ്. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഇടയ്ക്ക്, ഉപ്പുണ്ടോ എന്നൊക്കെ. ഇതാ പുളി നന്നായിട്ട് വെന്തു. ലാസ്റ്റ് നമ്മുടെ മാസ്റ്റർ പീസ് സാധനം മല്ലിയില ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ തിളപ്പിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 സംഭവം ചേർക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ശർക്കര, ഇച്ചിരി ശർക്കര ചേർക്കുക, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം കായത്തിൻ്റെ ഒരു കഷ്ണം, അല്ലെങ്കിൽ കായപ്പൊടിയും ചേർക്കാം കേട്ടോ. കായപ്പൊടി എൻ്റെ അടുത്തില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കുമ്പോൾ അങ്ങോട്ട് സെറ്റാവും. പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വറവിടുക. ഇനിയൊന്നുമില്ല, സംഭവം സെറ്റായി. ഇതൊക്കെ കൂട്ടി പപ്പടം കൂട്ടി ചോറുണ്ണാം. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.